മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വളരെ നല്ലൊരു മന്ത്രമുണ്ട്. സാധാരണ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആദ്യം അത് ഗുരുമുഖത്ത് നിന്ന് പഠിച്ച ശേഷം വേണം ചൊല്ലേണ്ടത്. പക്ഷേ ഇതിന് ആ കാര്യം ആവശ്യമില്ല. അതായത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് ചൊല്ലാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മഹാവിഷ്ണു മന്ത്രമാണ്. അഷ്ടാക്ഷരി മന്ത്രം അല്ലെങ്കിൽ അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം സിദ്ധമന്ത്രമാണ്. കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിച്ചിട്ട് ഭഗവാനെ ജപിച്ചിട്ട്, അതായത് മഹാവിഷ്ണുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കേണ്ടത്. സർവ്വ അഭീഷ്ട സിദ്ധിക്ക്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് 108 പ്രാവശ്യം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് രാവിലെയോ വൈകുന്നേരമോ വിളക്ക് കത്തിച്ചിട്ട് ചെയ്യാവുന്നതാണ്. സർവ്വ അഭീഷ്ട കാര്യസിദ്ധി മാത്രമല്ല, നമുക്കിപ്പോൾ സമയദോഷമാണെങ്കിൽ, ജാതകപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കാലദോഷങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം നമ്മളെ സഹായിക്കുന്നതാണ്. ഈ ഒരു മന്ത്രം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓം നമോ നാരായണായ, ഇത്രയും മാത്രമേ ഉള്ളൂ. ഓം നമോ നാരായണായ, ഇതാണ് അഷ്ടാക്ഷര മന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഈ ഓം നമോ നാരായണയിൽ 8 അക്ഷരങ്ങളാണുള്ളത്. ഇത്രയും മാത്രം 108 പ്രാവശ്യം ചൊല്ലിയാൽ പോലും സർവ്വ അഭീഷ്ട സിദ്ധികൾ ഉണ്ടാവുകയും ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് ചൊല്ലാവുന്നതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ശരീരശുദ്ധിയോടുകൂടിയും മനസ്സിൻ്റെ ശുദ്ധിയോടും കൂടി മാത്രം ജപിക്കുക, വിളക്ക് കത്തിക്കുക, ഭഗവാനെ മനസ്സിൽ സ്മരിച്ചിട്ട് വേണം ഇത് ചൊല്ലേണ്ടത്. അതായത് ഓരോ പ്രാവശ്യവും ഓം നമോ നാരായണ എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ, മഹാവിഷ്ണുവിൻ്റെ രൂപം നമ്മുടെ മുൻപിൽ ഉണ്ടാവണം. ഇനി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം എന്നും ബുക്കിൽ എഴുതുന്നത് നല്ലതാണ്. നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എത്ര പേജ് എഴുതണം, എത്ര പ്രാവശ്യം എഴുതണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഡെയിലി 108 പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ ആ ബുക്ക്, ഇപ്പോൾ ഒരു 300 പേജുള്ള ബുക്കാണെങ്കിൽ ആ ബുക്ക് തീരുന്നിടം വരെ എഴുതുക. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ബുക്ക് നല്ല സ്ഥലത്ത് തന്നെ സൂക്ഷിച്ച് വെക്കുക, അതായത് വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. എഴുതി തീർന്ന് കംപ്ലീറ്റ് ആയ ശേഷം ആ ബുക്ക് ഗുരുവായൂരോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലോ നടയിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്.